എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഇന്ന് കീർത്തിമോൾക്ക് പോകണ്ടാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും പതുക്കെയാണ് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പം എൻ്റെ ജോലികളും വളരെ താമസിച്ചാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. ഇന്ന് മഴയും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല തെളിച്ചമുള്ള ഒരു കാലാവസ്ഥയാണ്. രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അത് കാരണം ചെടികളൊക്കെ ഭയങ്കര ഒരു ഉഷാറോടു കൂടിയാണ് നിൽക്കുന്നത്. ഇന്നലെ മഴ പെയ്ത് ഫുള്ള് എല്ലാവരും കുളിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ഭയങ്കര സന്തോഷത്തിലാണ് ചെടികളൊക്കെ. അപ്പം എൻ്റെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതിൻ്റെ ഒരു ചെറിയ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുഞ്ഞുവാവ ഇവിടെ എല്ലാം പറക്കി നിരത്തിയ സാധനങ്ങളെല്ലാം ഞാൻ തിരിച്ച് ഷെൽഫിലേക്ക് പറക്കി വെക്കുകയാണ്. അവളെയും കൊണ്ട് താഴോട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ അവൾ ഇതെല്ലാം പറക്കി ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുമെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തിരിച്ച് എടുത്ത് വെച്ചിട്ട് വേണം എനിക്കിനി മുകളിലേക്ക് കയറിപ്പോയി അതിൻ്റെ ഇതായ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ കഴിഞ്ഞ കമൻറ്റിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യം, ഈ ക്രീം സോഫ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ചേച്ചി എന്നാണ്. കുഞ്ഞു മോളുള്ളപ്പം അവൾ അത് അഴുക്കാക്കില്ലേ എന്നൊക്കെ. ഈ സോഫയിലേക്ക് ഞങ്ങളങ്ങനെ അവളെ അധികം കളിക്കാനൊന്നും വിടാറില്ല, ഇടസമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവൾ അങ്ങനെ ഒന്നും എടുത്തിങ്ങനെ കൊണ്ടുപോയി വരയ്ക്കുകയും അങ്ങനത്തെ അഴുക്കുകളൊക്കെ തൂക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ കുറവാണ്. അത് കാരണം ഈ സോഫ അങ്ങനെ ഒത്തിരി മുഷിഞ്ഞൊന്നും പോകാറില്ല. പിന്നെ നമ്മളെന്നും മിക്ക ദിവസങ്ങളിലും അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അതാ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. ഇതൊരു 3 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോഫയാണ്. ഇതുവരെ അതിന് അങ്ങനെ ഉള്ള ഡാമേജസോ കാര്യങ്ങളോ ഒരുപാട് അഴുക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇന്ന് കടലക്കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കടലക്കറി ചേച്ചി വെക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഇതിലൂടെ ഞാൻ കടലക്കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വെക്കുന്നത്. ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച കടല കുക്കറിലിട്ട് നമ്മൾ വിസിലടുപ്പിക്കും. ഒരു 3 വിസിലാണ് ഞാൻ ഈ കുക്കറിൽ അടുപ്പിക്കുന്നത്. ചില കുക്കറുകളിൽ ചിലപ്പോൾ 4ഓ 5ഓ വിസിൽ വെച്ചാലേ നല്ലതായിട്ട് കടല വേകുള്ളൂ. ഇത് വൈറ്റ് കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ബ്രൗൺ ഷെയ്ഡ് കടലയും സെയിം ഇതുപോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പം ഉപ്പുമിട്ട് കടല നമ്മൾ വേവിക്കാൻ വെച്ചു. ഇത് വെന്ത് വരുന്ന ടൈമിലാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുക്കുന്നത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു 3-4 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരു 2 സവാളയൊക്കെ എടുത്താലും മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ചതച്ചിടുന്നത്. വെളുത്തുള്ളി ഡയറക്റ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ചതച്ചിട്ടിടുമ്പോൾ നമുക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഈ കറിയിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് ചതച്ചിട്ടിടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. അങ്ങനെ ഞാൻ വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചു ഈ നമ്മുടെ സവാളയിലേക്ക് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ തേങ്ങയുടെ കൊത്ത്, കുറച്ച് പുളി അതും ഈ സവാളയ്ക്കകത്തേക്ക് ഇടും. ഇത് വഴറ്റിയിട്ടിടുന്നവരുണ്ട് കേട്ടോ, പക്ഷേ ഞാൻ ഡയറക്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ 3 സാധനങ്ങളും എടുത്തു വെച്ചതിന് ശേഷം കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഈ 3 വിസിലിന് ശേഷം ഓഫ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ കടല നല്ലപോലെ വേകും. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം. നമ്മൾ പാൻ വെച്ചു, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച സവാളയും അനുബന്ധ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറയാത്തത് പച്ചമുളകും കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത്. എരിക്ക് ആവശ്യം കൂടുതൽ വേണ്ടവർ പച്ചമുളക് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വാടണം ഈ ഉള്ളി, എന്നാലേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ചെറുതായിട്ട് വാടിക്കഴിഞ്ഞാൽ ആ പച്ചയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ വാടിയതിന് ശേഷം ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ടാക്കിയ മസാലപ്പൊടിയാണ്. ആ മസാലപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മസാലപ്പൊടി, ഗരം മസാലപ്പൊടി
വേറെ ചിക്കൻ മസാല അങ്ങനെയുള്ള മസാലകളൊന്നും ആഡ് ചെയ്യാറില്ല. ഗരം മസാലയുടെ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഞാൻ കടലക്കറിയിൽ ചേർക്കാറുള്ളൂ. ഇത് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂടുതലും കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മറ്റേ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നവർക്ക് അത് യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പം അതിനകത്തേക്ക് നമ്മുടെ തക്കാളി ഒരു 2 എണ്ണം ഞാൻ നല്ലതുപോലെ അരച്ചാണ് ചേർക്കുന്നത്. അപ്പം നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്ക് ഫീൽ ഉണ്ടാവും. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ തക്കാളി അരച്ച് ചേർക്കുന്നതിന് പകരം നമ്മൾ കടല അരച്ച് ചേർക്കുന്നവരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ അങ്ങനെ കടല കൂടുതലായിട്ട് അരച്ച് ചേർക്കാറില്ല. ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. തക്കാളി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ കടല അരച്ച് ചേർത്ത് കറിക്ക് ഒരു കുറുക്കത്തിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കടല അരച്ച് ചേർത്താലും മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ വറ്റിക്കണം. നല്ലപോലെ വെള്ളം നല്ലതുപോലെ വറ്റിക്കഴിയുമ്പോൾ നമ്മുടെ കടലക്കറി റെഡിയാവും. ഇതിനകത്തേക്ക് ഞാനൊരു സ്പൂൺ ശർക്കരയും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ശർക്കര ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടേസ്റ്റ്, എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ശരിക്കും സമമാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു എരിയുടെ ഒരു ഫീൽ, ഒരു കുത്ത് മുമ്പോട്ട് നിൽക്കത്തുമില്ല. അങ്ങനെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, കടലക്കറി ഉണ്ടാക്കി. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ കപ്പളങ്ങ ഇങ്ങനെ പറിക്കാറായി കിടക്കുന്നത്. ആ കപ്പളങ്ങ നമ്മൾ പറിച്ചെടുത്തു. ഒരു ദിവസം വെച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. പഴുത്തപ്പം കീർത്തിമോൾ പറഞ്ഞു, അമ്മേ നമുക്കിത് കട്ട് ചെയ്യുന്നതും കൂടെ ഒന്ന് വീഡിയോ ആക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇത് നല്ലപോലെ കട്ട് ചെയ്തു. ഇതെടുത്തപ്പോൾ നല്ല രസമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ആ കുരു ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്ന സൗണ്ട് നമുക്ക് നല്ലപോലെ കേൾക്കായിരുന്നു. മുറിച്ച് കഴിഞ്ഞപ്പോൾ നല്ല റെഡ് കളറ്. ഇത് റെഡ് ലേഡി എന്ന് പറഞ്ഞ ആ ഒരു ടൈപ്പ് കപ്പളമാണ്. നമ്മളൊരു 2 തൈ മേടിച്ച് വെച്ചിട്ട് ഒരു തൈ കുറച്ച് അധികം കായൊക്കെ ഉണ്ടായി. അതിനുശേഷം അത് പോയി, കാറ്റടിച്ചപ്പോൾ മറിഞ്ഞ് വീണുപോയി. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു തൈയാണ്. ഇത് വളർന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പറിച്ചെടുക്കാറുണ്ട്. കീർത്തിക്ക് വലിയ താല്പര്യമില്ല ഇത് കഴിക്കുന്നത്. പക്ഷേ ചേട്ടനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഇത്രയും പഴുക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി എനിക്ക് മുറിച്ചപ്പോൾ. ഒരു ദിവസം കൂടെ മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഒരു ദിവസമേ വെച്ചുള്ളൂ. പക്ഷേ ആ ഒരു ദിവസം വെച്ചപ്പോൾ തന്നെ ഇത്രയും നന്നായിട്ട് പഴുത്തു. പക്ഷേ ഇത്രയും പഴുക്കാതെ അതിന് തൊട്ട് മുമ്പ് മുറിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ കടിച്ച് ഒക്കെ കഴിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് തോന്നിയത് ഇത് മുറിച്ചെടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ വായിലേക്ക് അങ്ങ് അലിത്ത് പോയതുപോലെ ഒരു ഫീലായിരുന്നു. എന്തായാലും നല്ല ഒരു കളറും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമുക്ക് ഭയങ്കര ഒരു രസമായിരുന്നു ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഇതെല്ലാം ഞാൻ മുറിച്ചെടുത്ത് നമ്മൾ പിന്നെ യൂസ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഇത് ആ ഒരു കൂടുതൽ പഴുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കപ്പളങ്ങ ഭയങ്കര ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണല്ലോ. കപ്പളങ്ങയുടെ പച്ചയും പഴുത്തതും ഒരുപാട് നല്ലതാണ്. ഇത് നമ്മൾ ഫേഷ്യൽ പോലെ മുഖത്തിങ്ങനെ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് പാലും കൂടെയൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ മുഖത്ത് തേക്കുന്നത് നല്ലതായിരിക്കും. ഒന്നും മിക്സ് ചെയ്തില്ലെങ്കിലും ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഫേസിലിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഉരച്ച് കൊടുക്കുന്നതും ഫേസ് നല്ല ക്ലീൻ ആവാനായിട്ട്. പിന്നെ കുറേ നാൾ യൂസ് ചെയ്താൽ കളറൊക്കെ വെക്കും എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഇത് അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് അധികം വെള്ളം വരുവാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഫേസിലിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്. ഒരു പ്രത്യേക ഒരു സോഫ്റ്റ് ഫീലാണ് എനിക്കത് തേച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഭയങ്കര മധുരവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഇത് കട്ട് ചെയ്തു. ഇനി എൻ്റെ അടുത്ത ജോലി എന്ന് പറയുന്നത് തീയലുണ്ടാക്കുകയാണ്. ആ തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഈ തീയലെന്ന് പറയുന്നത് നമ്മൾ മുരിങ്ങക്കയും കൊണ്ടുള്ള ഒരു തീയലാണ്. സാധാരണ തീയലുണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് മുരിങ്ങക്കയും ചെറിയ ഉള്ളിയും മാത്രമാണ് നമ്മൾ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പാൻ വെച്ചു, ചെറിയ ഉള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റണം. വഴറ്റി വെക്കുന്ന സമയത്ത് നമുക്ക്
തേങ്ങ വറക്കുകയും കൂടെ ചെയ്യണം. ഇത് നല്ലപോലെ വാടിയതിന് ശേഷം ഞാൻ ഇപ്പം 2 സൈഡിലായിട്ടാണ് ഇത് വെക്കുന്നത്. ഗ്യാസിൽ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഉള്ളി വഴറ്റാൻ വെക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പാനിൽ തേങ്ങ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടും വെക്കും. ഇത് കുറച്ച് സമയമെടുക്കും ഇതൊന്ന് വറുത്ത് വരാനായിട്ട്. ഞാൻ തിരുവിയപ്പോൾ ചെറുതായിട്ട് പൊടിഞ്ഞ് വീണിട്ടുണ്ട്. സാധാരണ ഞാൻ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഇന്നിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തില്ല. പക്ഷേ നമ്മളത് ഇങ്ങനെ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഒന്ന് കുറയും നമ്മൾ തീയിലൊക്കെ വെക്കുമ്പോൾ. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുത്ത് അതിൻ്റെ ഒരു പാകത്തിലേക്ക് വരുമ്പം കിട്ടുന്നൊരു ടേസ്റ്റ് നമ്മൾ ചിലപ്പോൾ ക്രഷ് ചെയ്താൽ കിട്ടില്ല. അങ്ങനെ നല്ലതുപോലെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഈ മൂത്ത തേങ്ങയ്ക്കകത്തേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ പൊടിയെല്ലാം നല്ല ചൂട് തേങ്ങ ആയതുകൊണ്ട് ചിലപ്പം പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം. എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലാത്തവർക്ക് കുറച്ച് ആഡ് ചെയ്താൽ മതി. ഞാൻ പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി കുറച്ചേ ആഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന സ്പൂണ് ചെറിയ സ്പൂണായതുകൊണ്ട് ചിലപ്പോൾ 1-2 സ്പൂൺ ഇട്ട് കഴിയുമ്പം തോന്നും അയ്യോ 1 സ്പൂണും കൂടി ഇടാമെന്ന്. അതാണ് ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. കുഞ്ഞു സ്പൂണാണെങ്കിൽ. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്താൽ മതിയാകും. പിന്നെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഒത്തിരി വേണ്ടാത്തവർക്ക് മല്ലിപ്പൊടി നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് തണുക്കാൻ വെക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിൽ ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഫാനിൻ്റെ കീഴേ വെച്ചാൽ മതി. ആ സമയത്ത് ഞാനൊരു നമ്മുടെ കപ്പളങ്ങാപ്പഴമൊക്കെ കഴിച്ചു. പിന്നെ ഇനി നമുക്കിത് അരച്ചെടുക്കാം. നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. മിക്സിയിൽ നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അരയ്ക്കുകയെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയല്ല, വെള്ളം ഇല്ലാതെയാണ് അരയ്ക്കുന്നത്. അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരയണം. നല്ല തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അരയ്ക്കുന്ന അനുസരിച്ച് നമ്മൾ ആ എണ്ണ ഇങ്ങനെ മേളിലേക്ക് തെളിഞ്ഞു വരും. ഒരുപാട് മൂത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തു. നമ്മുടെ വാടിയ ഉള്ളിക്കകത്തേക്ക് ഞാൻ ഈ അരച്ചെടുത്ത അരപ്പ് ഫുള്ളായിട്ട് അതിനകത്തേക്ക് ചേർത്തു. കണ്ടോ, ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുത്തത്. പൊടി പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് നമ്മൾ മിക്സി നല്ലപോലെ കഴുകി അതിനകത്തേക്ക് ഒഴിച്ചു ആ വെള്ളവും. പിന്നെ ഇത് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. ആവശ്യത്തിന് നമ്മൾ പുളിയും പിഴിഞ്ഞൊഴിച്ചു. ഞങ്ങൾക്ക് പുളി കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഞാൻ പുളി കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നല്ലതുപോലെ ഇത് ഒന്ന് ചൂടാവണം. ചൂടായി കഴിയുമ്പം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഈ മുരിങ്ങയ്ക്ക മുഴുവൻ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയിട്ട് എല്ലാ മുരിങ്ങയ്ക്കയിലും നല്ലതുപോലെ ഈ അരപ്പ് പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ നമ്മൾ ഇളക്കണം. ഇളക്കി വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. ഇത് നല്ലതുപോലെ ഇളക്കി വരുമ്പോൾ ഒരു തോരൻ്റെ ഒരു പാകമൊക്കെ ആയിരിക്കും. ഇങ്ങനെ തിക്ക് ഗ്രേവിയോട് കൂടി നന്നായിട്ട് വരും. എന്നതിന് ശേഷം മാത്രം നമ്മൾ ആവശ്യത്തിന് ഈ മുരിങ്ങയ്ക്ക വേകാനുള്ള വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാകം കൃത്യമായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. ഇനി നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറി കുറച്ച് കൂടുതൽ വേണ്ടവർ വെള്ളം കൂടുതലൊഴിച്ച് നമ്മൾ വറ്റിച്ചെടുക്കണം. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ കറിയായിട്ട് ഇങ്ങനെ ഒത്തിരി ഇരിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കുറച്ച് കുറുക്കി വറ്റിച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഉള്ളി വഴറ്റിയപ്പം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. രണ്ടാമത് ഉപ്പിടുമ്പോൾ കൂടിയൊന്നും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ നമ്മുടെ മുരിങ്ങയ്ക്ക വേകാനുള്ള വെള്ളം ഇതിനകത്തേക്ക് നല്ലതുപോലെ ഒഴിച്ചു. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മുരിങ്ങയ്ക്ക നല്ലപോലെ വേകണം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാനായിട്ട്. മുരിങ്ങയ്ക്ക വേകാൻ എനിക്ക് തോന്നുന്നതൊരു 10-20 മിനിറ്റ് എടുക്കുമായിരിക്കും. ചില മുരിങ്ങയ്ക്ക ആണെങ്കിൽ പെട്ടെന്ന് വേകും കേട്ടോ. ഈ ചില മുരിങ്ങയ്ക്ക പതുക്കെ വേകുള്ളൂ. പിന്നെ വെന്ത് ആ വെള്ളം നല്ലതുപോലെ വറ്റണം. ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് കുറുകിയൊക്കെ തുടങ്ങി. നിങ്ങളാരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഉണ്ടാക്കി കഴിക്കുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റാണ്. ആ മുരിങ്ങയ്ക്കയുടെ ആ ഒരു
ഉള്ളിലേക്ക് ഈ നമ്മുടെ വറുത്തരച്ച തേങ്ങയുടെ മസാലയൊക്കെ അകത്തേക്ക് കയറുമ്പോൾ നല്ല ടേസ്റ്റും രുചി മണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ തിളച്ച് നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ കുറുകി വരും. കറി കൂടുതൽ വേണ്ടവർക്ക് ഇത്രയും വറ്റണ്ട കേട്ടോ. ഇത് ഞാൻ കറി കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കുറുകി തന്നെ ഇരിക്കും. നമ്മൾ ആ ചോറിൻ്റെയൊക്കെ മേളിലാണെങ്കിലോ ദോശയാണെങ്കിലോ ചപ്പാത്തി ആണെങ്കിലോ അതിൻ്റെയൊക്കെ മേളിൽ ആ കുറുകി തന്നെ ഇരിക്കുകയും ചെയ്യും. ഈ മുരിങ്ങയ്ക്ക വെന്ത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങളൊന്നും പുറത്തേക്ക് പോകത്തില്ല. അതിനകത്ത് തന്നെ ഇരിക്കും. നമ്മൾ മുറിച്ചിട്ടേക്കുന്നുണ്ട്. കീറി ഇടാതിരിക്കുന്നതാണ് നല്ലത്. കീറി ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങയ്ക്കയുടെ അത് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം അങ്ങ് വെന്ത് ഇളകി പോവും. ഇങ്ങനെയാകുമ്പം അങ്ങനെ പോകത്തില്ല. അങ്ങനെ കറി റെഡിയായി. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണ്. ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം. കുറേ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. എന്നാലും ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറുമ്പിയുടെ നമ്മുടെ ഒരു കളിക്കുന്ന ഒരു മാറ്റുണ്ട്. ആ മാറ്റൊന്ന് കഴുകി വൃത്തിയാക്കി, നല്ല വെയിലുള്ള ദിവസമായിരിക്കും ഈ മാറ്റൊക്കെ കഴുകാനായിട്ട് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇവൾ ഈ മാറ്റാണ് കൂടുതലും വിരിച്ചിട്ട് അതിലേക്ക് കളിപ്പാട്ടമൊക്കെ ഇട്ട് ഉള്ള കളികളാണ് കൂടുതൽ. അതുകൊണ്ട് ഞാനൊരു 2-3 ദിവസം കഴിയുമ്പോൾ ഈ മാറ്റൊന്ന് ക്ലീൻ ആക്കാൻ നോക്കാറുണ്ട്. ഒത്തിരി പൊടി അഴുക്കൊന്നുമില്ല. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച കേട്ടോ. കുഞ്ഞുങ്ങളുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മാറ്റാണിത്. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. അപ്പം നമുക്ക് നമ്മളിങ്ങനെ ഇത് ഞാൻ മേടിച്ചത് കുഞ്ഞ് ഒരു 2-3 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ മാറ്റിൽ കിടത്താൻ തുടങ്ങിയ പ്രായമായപ്പോൾ ഞാനിത് മേടിച്ചതാണ്. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. ഇത്രയും നാളായിട്ട് അത് ഒന്ന് മോശമായി പോവുകയോ ഒരു സൈഡ് ഇങ്ങനെ പൊളിഞ്ഞു വരുവോ ഒന്നും പറ്റിയിട്ടില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു സാധനം തന്നെയാണ്. ഇതും ഇപ്പോൾ മോൾക്ക് 3 വയസ്സാവാറായി. എനിക്ക് തോന്നുന്നു ഒരു 2-2.5 വർഷമായി നമ്മുടെ കയ്യിലിരിക്കുന്നു. പക്ഷേ അതിൻ്റെ കളറും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല. അപ്പോൾ മേടിക്കേണ്ടവരൊക്കെ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി. ആമസോണിൽ ഉണ്ടാവും. കുഞ്ഞുങ്ങളുള്ളവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു ജോലിയും കഴിഞ്ഞു. ഇനി തിരിച്ച് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ഇവളിപ്പം ഈ സൈക്കിളിലാണ് ഹാളിൽ നിന്ന് അടുക്കളയിലോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ. നമുക്കൊരു ജോലി പോലെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു ജോലിയായി തീർന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, ചേട്ടനുള്ളപ്പം ചേട്ടനാണ് ഇതിങ്ങനെ അവളെയും കൊണ്ട് ഇങ്ങനെ തള്ളി ഇങ്ങനെ പോകുന്നത്. അവൾ ചവിട്ടാറാവാത്തത് കൊണ്ട് അവൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കണ്ടാണ് അവൾ ചെയ്യിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.